നാഗ്പൂരിലെ മിന്നും ജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ സംഘവും റായ്പൂരിൽ ഇറങ്ങുന്നത്. ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയും ഫിനിഷിംഗിൽ റിങ്കു സിംഗും പുറത്തെടുത്ത മിന്നും ബാറ്റിംഗിലാണ് ഇന്ത്യൻ പ്രതീക്ഷ. നാഗ്പൂരിൽ നിന്ന് റായ്പൂരിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ ടീമിൽ 2 മാറ്റങ്ങൾക്കാണ് സാധ്യത. 3-ാം നമ്പറിൽ ഇഷാൻ കിഷന് പകരം ശ്രേയസ് അയ്യരെ ഇന്ത്യ പരീക്ഷിച്ചേക്കും. പിന്നിനെ പിന്തുണയ്ക്കുന്ന റായ്പൂരിലെ പിച്ചിൽ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ കൂടി ടീമിൽ ഉൾപ്പെടുത്തിയാൽ ശിവം ദുബെയ്ക്ക് പകരം കുൽദീപ് യാദവ് ടീമിലെത്തും. സഞ്ജുവും അഭിഷേകും തന്നെയാകും ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. സഞ്ജു സാംസന്റെ പ്രകടനമാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ആദ്യ മത്സരത്തിൽ ബാറ്റിംഗിൽ പരാജയപ്പെട്ടെങ്കിലും വിക്കറ്റിന് പിന്നിൽ സഞ്ജു പുറത്തെടുത്ത മിന്നും പ്രകടനം. ഒറ്റ മത്സരത്തിൽ കാലിടറിയതോടെ സഞ്ജുവിന്റെ സ്ഥാനം ചോദ്യം ചെയ്ത നിരവധി പേരാണ് രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇന്ന് ബാറ്റ് കൊണ്ടും മറുപടി പറയേണ്ടതുണ്ട്. നാഗ്പൂരിൽ അച്ചടക്കത്തോടെയാണ് ഇന്ത്യൻ ബോളർമാർ പന്തെറിഞ്ഞത്. റൺസ് എടുക്കുന്ന പിച്ചിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ ബോളിംഗ് നിര മികവ് തുടർന്നാൽ രണ്ടാം T20യും ഇന്ത്യക്ക് അനുകൂലമാകും. മധ്യനിരയിലെ ബാറ്റിംഗ് പ്രകടനം മാത്രമാണ് ഇന്ത്യക്ക് ഏക ആശങ്ക. മറുവശത്ത് കാര്യമായ മാറ്റങ്ങളില്ലാതെയാകും ന്യൂസിലൻഡ് ഇറങ്ങുക. മറ്റുള്ളവർ കണക്കിന് തല്ലുകൊണ്ടപ്പോഴും 4 ഓവറിൽ 27 റൺസ് മാത്രം വിട്ടു നൽകി 2 വിക്കറ്റ് നേടിയ ജേക്കബ് ഡെഫി തന്നെയാകും കിവീസ് ബോളിംഗിന്റെ കുന്തമുന. മിച്ചൽ സാന്റ്നറും ഇഷ്സോദിയും ചേരുന്ന സ്പിന്നിരയും ശക്തമാണ്. കിവീസ് മുൻനിര കൂടി ഫോമിലേക്ക് എത്തിയാൽ റായ്പൂരിൽ പോരാട്ടം കനക്കുമെന്ന് ഉറപ്പ്.